ഇൻട്രൊഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ. മൊത്തം എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു ഐഡിയ, ഒന്നും അറിയാത്ത ഒരാൾക്കും നേരത്തെ പഠിച്ചിട്ടുള്ള ഒരാൾക്കും ഒരു ഐഡിയ കിട്ടാൻ, എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മൾ കഥയിൽ തുടക്കത്തിലൊരു കഥ പറയുകയാണ്. ഈ കഥയിൽ എന്തുണ്ട്? ഒരു കടയുണ്ട്. ഈ കട നടത്തുന്ന ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് കാണുമല്ലോ. ഇയാൾ പുതുതായിട്ട് തുടങ്ങിയൊരു ബിസിനസ്സാണ് ഈ കടയെന്ന് പറയുന്നത്. പുള്ളി എന്ത് ചെയ്തു? ഈ ബിസിനസ് തുടങ്ങി ഒരു മാസം അവസാനിച്ചപ്പോൾ അയാൾ എന്ത് ചെയ്തു? അയാൾ 15,000 രൂപയ്ക്ക് എന്ത് നടത്തിയിട്ടുണ്ട്? കച്ചവടം നടത്തിയിട്ടുണ്ടെന്ന് കണ്ടെത്തി. അപ്പോൾ ഇയാൾ പക്ഷേ ഈ കിടക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതെല്ലാം അയാൾ വാങ്ങിച്ചത് വെറും 10,000 രൂപയ്ക്കാണ്. അപ്പോൾ 10,000 രൂപയ്ക്ക് സാധനം വാങ്ങി ഒരു മാസം കൊണ്ട് അയാൾ എത്ര രൂപയ്ക്ക് സാധനം വിറ്റ് തീർത്തു? 15,000 രൂപയ്ക്ക് വിറ്റ് തീർത്തു. ഒരു സാധാരണക്കാരൻ്റെ, ഒരു കോമൺ മാൻ്റെ കാഴ്ചയിൽ നിന്ന് അയാൾ നോക്കിയപ്പോൾ 15,000 രൂപയുടെ സാധനം 10,000 രൂപയ്ക്ക് അയാൾ വിറ്റു. അപ്പോൾ അയാളുടെ കയ്യിൽ എത്ര പ്രോഫിറ്റ് ഉണ്ട്? 5,000 ലാഭം കിട്ടി. ഓക്കെ, ഇതാണ് അയാൾ അറിഞ്ഞ കാര്യം. അല്ലെങ്കിൽ ആ ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഒരു ബിസിനസ്സിൽ നിന്ന് അയാൾ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: ഞാൻ 10,000 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അതിനെ 15,000 രൂപയ്ക്ക് ഒരു മാസം കൊണ്ട് വിറ്റു, 5,000 ലാഭം എനിക്ക് കിട്ടി. ഇങ്ങനൊരു സാധാരണക്കാരൻ വിചാരിച്ചു. അതേസമയം ഇവിടെ ഒരു അക്കൗണ്ടൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 15,000 രൂപയ്ക്ക് അയാൾക്ക് സാധനം വിറ്റു. ഒരു മാസത്തെ സെയിൽസ് എന്ന് പറഞ്ഞാൽ 15,000 രൂപയാണ്, സമ്മതിച്ചു. അത് വാങ്ങിച്ചത് 10,000-ത്തിനുമാണ്. പക്ഷേ അയാൾ നോക്കാത്ത 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അയാളുടെ ആ ഒരു മാസത്തെ ആ കടയുടെ, ഈ കടയുണ്ടല്ലോ, ഇതിൻ്റെ വാടക എന്ന് പറയുന്നത് 8,000 രൂപ ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തില്ല? ഒരു സാധാരണക്കാരൻ്റെ കണ്ണിലൂടെ നോക്കിയത് കൊണ്ട് അയാൾ ആ കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ആ നടത്തിയ സെയിൽസിൻ്റെ അകത്തിൽ നിന്ന് ആ ഒരു എമൗണ്ട് കുറയ്ക്കാൻ വിട്ടുപോയി. മാത്രമല്ല, ആ മാസത്തെ കറണ്ട് ബില്ല് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 4,000 എക്സ്ട്രാ വീണ്ടും ചിലവായിട്ടുണ്ട്. അതും എന്ത് ചെയ്തിട്ടില്ല? ഒരു സാധാരണക്കാരൻ്റെ കണ്ണിൽ കൂടെ നോക്കിയപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ ബിസിനസ്മാൻ, ഓക്കെ, ഇയാൾ എന്ത് ചെയ്തില്ല? നോക്കാൻ വിട്ടുപോയി. ഇത്രയും കൂടെ കൂട്ടിക്കഴിച്ച് നോക്കിയപ്പോൾ അയാൾ ഒരു മാസം കൊണ്ടുണ്ടാക്കിയത് 5,000-ൻ്റെ ലാഭമല്ല, മറിച്ച് എന്താണ്? 7,000-ൻ്റെ നഷ്ടമാണ്. ഈ ഒരു ചെറിയൊരു കഥ പറഞ്ഞത് വേറൊന്നിനുമല്ല, ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടും അവിടെ നിന്ന് എത്രയോ വികസിതമായ അക്കൗണ്ടിങ് എന്ന് പറയുന്ന, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാടും തമ്മിലുള്ള ഒരു വ്യത്യാസം, ഒരു ചെറിയൊരു വ്യത്യാസം പറഞ്ഞു തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ചെറിയൊരു ഒരു തുടക്കം ഇട്ടെന്നേ ഉള്ളൂ. ഇതൊന്നുമല്ല, ഇതുകൊണ്ട് നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ യൂസ് എന്ന് പറയുന്നത്. എന്നാലും ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ തിയറിയിലേക്ക് തന്നെ പോകാം. തിയറിറ്റിക്കലി അക്കൗണ്ടിങ്ങിനെ നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളവർക്കറിയാം, +2 കാലം തൊട്ടേ പഠിക്കുന്ന ഒരു ഡെഫിനിഷനാണ്, അല്ലെങ്കിൽ ഒരു മീനിങ് ആണ്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദം ടു കമ്മ്യൂണിക്കേറ്റ് ദെയർ ഓഫ് ടു ദി ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇത് പഠിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇതിൻ്റെ അകത്ത് അക്കൗണ്ടിങ്ങിൻ്റെ മേജർ സ്റ്റെപ്സ് എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്. നമ്മൾ എന്ത് ചെയ്യുന്നു? എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കഥ ഓർത്താൽ അറിയാം. എന്താണ് അവിടെ എല്ലാ ട്രാൻസാക്ഷനും പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ, ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ ആ കടയുടെ വാടകയും അല്ലാതെ ഉണ്ടായ 4,000 രൂപ ചിലവൊന്നും അയാൾ മിസ് ചെയ്യില്ലായിരുന്നു, അല്ലേ? റെക്കോർഡ് ചെയ്യാത്ത കൊണ്ടായിരിക്കാം അയാൾക്ക് മിസ് ചെയ്ത് പോയത്. ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് ഫോളോ ചെയ്യുന്ന ഒരു അക്കൗണ്ടൻറ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അതിനെ റെക്കോർഡ് ചെയ്തു. പിന്നെ എന്ത് പറയുന്നുണ്ട്? ക്ലാസിഫയിങ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? എന്താണ് ഈ ക്ലാസിഫയിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ അക്കൗണ്ടിങ് അറിയാത്തൊരു മനുഷ്യന് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാവണമെന്നില്ല. ബേസിക്കലി എന്താണ്? നേച്ചർ അനുസരിച്ചിട്ട്, ഓക്കെ, ട്രാൻസാക്ഷൻ്റെ നേച്ചർ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് എവിടെയാണ് നടക്കുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോവാം. ഇത് ബേസിക് മാത്രമല്ലേ പറയുന്നുള്ളൂ, അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെ പറയുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്താ പറയുന്നത്? സമ്മറൈസിങ്. എന്തിനാണ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ സമ്മറൈസ് ചെയ്യുന്നത്? ഒരു വർഷത്തിൻ്റെ അവസാനം, ഓക്കെ, ഒരു ബിസിനസ്സിൻ്റെ ഉടമസ്ഥന്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു മാസത്തിൽ നമ്മൾ പറഞ്ഞു അതൊരു ചെറിയ ബിസിനസ് ആയിരിക്കാം. വലിയ ബിസിനസ് വരുമ്പോൾ അവർക്ക് എന്താണ്, മാസം തോറും അവരുടെ എത്ര സെയിൽ നടന്നു എന്നൊന്നും നോക്കേണ്ടി വരില്ല ബിസിനസ്സിൻ്റെ ഓണേഴ്സിന്. ഓക്കെ, മാസം തോറുമുള്ള കാര്യങ്ങളൊക്കെ മാനേജേഴ്സ് അറിഞ്ഞാൽ മതി. വർഷാവസാനമാകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ഓണറിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ വരുന്ന എപ്പോഴാണ്? വർഷാവസാനമാകുമ്പോൾ ഈ വർഷം എന്ത് സെയിൽസ് നടന്നു, അല്ലെങ്കിൽ എന്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ്. അവർ കണ്ടെന്ന ഈ ഓരോ ദിവസം നടന്ന റെക്കോർഡ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും ഈ ഓണേഴ്സിന് കാണേണ്ട ആവശ്യമില്ല. അവർ ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരായിരിക്കാം. കയ്യിൽ കാശുണ്ടെന്നുള്ളതല്ലാതെ വേറെ അക്കൗണ്ടിങ് ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതാണ്. അവരുടെ അടുത്ത് പോയി നമ്മൾ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചെന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ.
അവരുടെ അടുത്ത് നമ്മൾ എന്ത് മാത്രമേ കാണിക്കുന്നുള്ളൂ? നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത റിപ്പോർട്ട് മാത്രമേ കാണിക്കത്തുള്ളൂ. അതെങ്ങനെയാണ് സമ്മറൈസ് ചെയ്യുന്നത്? മറ്റു കാര്യങ്ങളിലേക്കൊക്കെ വരാം. പിന്നെ പറയുന്നു അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ്. ഓക്കെ, നമ്മൾ സമ്മറൈസ് ചെയ്ത് വെച്ച ട്രാൻസാക്ഷൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് നമുക്ക് എന്ത് ഡിറൈവ് ചെയ്യണം? ഒരു റിസൾട്ട് ഡിറൈവ് ചെയ്യണം. സമ്മറൈസ് ചെയ്ത ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തേ ഉള്ളൂ? റിയലി എന്ത് നടന്നത്? ഡേറ്റയാണ്. നമുക്ക് ഡേറ്റയും ഇൻഫർമേഷനും നമ്മൾ വ്യത്യാസം അറിയാമെങ്കിൽ നമ്മൾ സമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്താണ്? വെറും ഡേറ്റയാണ്. ഈ ഡേറ്റയെ എന്താക്കി മാറ്റണം? കാണുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു ഇൻഫർമേഷനാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ് എന്ന് പറയുന്നത്. ഈ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിനെ ഇൻട്രസ്റ്റഡ് പാർട്ടീസിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കവർ ആവുമ്പോഴാണ് എന്ത് വരുന്നത്? അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിങ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എടുത്ത് പറയുന്നു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അതിന് കാരണമുണ്ട്. ഫിനാൻഷ്യൽ ടേംസിൽ പറയാൻ പറ്റാത്തൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദം ടു കമ്മ്യൂണിക്കേറ്റ് ദെയർ ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ്. ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരൊക്കെ വരാം? ഓണേഴ്സ് വരാം, നമ്മൾ കടന്നു വന്ന ആൾക്കാർ വരാം, അങ്ങനെ നമ്മളായിട്ട് ബന്ധപ്പെട്ട ആരൊക്കെ ഉണ്ടോ അവരെല്ലാം വരാം. ഞാൻ ഒരു ബേസിക്കലി പറഞ്ഞു പോകുന്നുള്ളത്, ഓരോ വാക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതാണ്. ഇനി നമുക്ക് എന്ത് നോക്കാം? ഡെഫിനിഷൻ നോക്കാം. അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരു ഡെഫിനിഷൻ നമ്മൾ വളരെ കുഞ്ഞുനാൾ പോലെ കേട്ട് വരുന്നൊരു സാധനമാണ്. അക്കൗണ്ടിങ്, അത് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് അവർ പറയുന്നതാണ്, അക്കൗണ്ടിങ് ഇസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻ വിച്ച് ആർ അറ്റ് ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ, ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാം, നിയമം എന്ന രീതിക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രോപ്പർ രീതിക്ക് പറയുമ്പോൾ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങൾ കാണുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഡെഫിനിഷൻ ചോദിച്ചാൽ ഇത് കാണാതെ പഠിച്ച് എഴുതേണ്ടി വരും. ബട്ട് അതും ഇത് തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എന്തില്ല, വ്യത്യാസമില്ല. ബട്ട് ഇത് നമുക്ക് നമ്മൾ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വെരിഫൈഡ് ആയിട്ട് കണക്കാക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ ഡെഫിനിഷനായിട്ട് പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം നീഡ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പോൾ നീഡ്സ് എന്നോ ഒബ്ജക്റ്റീവ്സ് എന്നോ പറഞ്ഞാൽ നമ്മൾ പൊതുവെ പറയേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. ഇമേജസ് തന്നിട്ടുണ്ട്, എന്താണ് കാര്യമെന്ന് നോക്കാം. എന്തിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുന്നത്? ഏറ്റവും അടിസ്ഥാനപരമായി പറഞ്ഞാൽ നമ്മളെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യപ്പെടണം. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ കഥ ഓർക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നു, അവിടെ നമുക്ക് ട്രാൻസാക്ഷൻ മിസ്സായി പോയത് എന്തുകൊണ്ടാണ്? പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്തില്ല? റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു സാധാരണ കാര്യം ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു പോയി. ഒരു അക്കൗണ്ടൻ്റ് ഒരു സഹായം കിട്ടിയപ്പോഴാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയും അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നത്. അപ്പം ഏറ്റവും ബേസിക് നീഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യാൻ പറ്റും അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ. ഓക്കെ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നത്? ടു ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ്. ബിസിനസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുക, അല്ല ലോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും ബിസിനസ് ചെയ്യില്ല. ബട്ട് ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങൾ വന്നു പോയാലും, എന്തൊക്കെ വലിയ വലിയ കാര്യങ്ങൾ വന്നു പോയാലും ഒരു ബിസിനസ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നേരിട്ടോ എന്നൊക്കെ നമ്മൾ പറയുന്ന എന്തിൻ്റെ ബേസിസിലായിരിക്കും? പ്രോഫിറ്റ് ഉണ്ടാക്കിയോ നോക്കിയിട്ടല്ലേ. അപ്പോൾ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കിയോ എന്ന് നോക്കണമെങ്കിൽ, അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യണം. അതിൽ ഏതാണ് നമുക്ക് ഗുണകരം, ഏതാണ് നമ്മുടെ ചിലവുണ്ടായതെന്ന് വേർതിരിക്കണം. ആ ഡിഫറൻസ് എടുത്ത് പ്രോഫിറ്റ് കണ്ടെത്തണം. അല്ലെങ്കിൽ ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് മനസ്സിലാക്കണ്ടേ? നമ്മൾ തുടക്കത്തിൽ കഥ ഓർത്താൽ അറിയാം. അവിടെ നമ്മൾ ചെയ്ത പോലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കണ്ടെത്തി കഴിഞ്ഞാലേ ബിസിനസ്സിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതും എന്തിലൂടെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്? പ്രോപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെയാണ്. ഇനി മൂന്നാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഫൈൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. +2 പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. അതിൽ നമ്മൾ എന്ത് കാണും? നമുക്ക് എന്തുമാത്രം അസറ്റ് ഉണ്ട്, എന്തുമാത്രം ലയബിലിറ്റി ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കും, ഇന്ന കമ്പനിക്ക് ഇത്ര നെറ്റ് വോത്തുണ്ട്, അല്ലെങ്കിൽ മുകേഷ് അംബാനിയുടെ ആസ്തി ഇത്രയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഒരു ആസ്തി കണ്ടെത്തുക. ആസ്തി എന്ന് പറയുമ്പോൾ എന്തും കൂടെ നോക്കും നമ്മൾ. അയാൾക്ക് എന്തുമാത്രം ബാധ്യത ഉണ്ടെന്നും നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന്, അവിടെ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യമാണ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. ഒരു ബിസിനസ്സിൻ്റെ അസറ്റ്സ് എന്താണ്, ലയബിലിറ്റീസ് എന്താണ്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ടുപിടിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നു. ഒറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലൂടെ കിട്ടുന്ന റിസൾട്ടുകളിൽ ഒന്നാണ് എന്തെന്ന് പറയുന്നത്? ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ പൊസിഷൻസ്.
പിന്നെന്താണ് ടു അവോയ്ഡ് ഫ്രോഡ് ഓർ എറർ. നമ്മൾ പ്രോപ്പർ അല്ലാത്ത രീതിക്ക് പോകുമ്പോൾ എന്തുണ്ടാവാം, ഈ പറഞ്ഞ മാതിരി ഫ്രോഡ് കാണിക്കാനുള്ള ഒരു സ്കോപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഒരു 5000 ലാഭം ഉണ്ടായി നമ്മൾ പറഞ്ഞ സ്ഥലത്ത് 7000 നഷ്ടമാണ് ഉണ്ടായത്. ഒരു പക്ഷേ അവിടെ ഒരു പ്രോപ്പർ അക്കൗണ്ടിങ് അല്ല നടന്നിരുന്നതെങ്കിൽ ഈ കണക്ക് എഴുതാതിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, അയാൾ തോന്നിയ ദിവസത്തിന് ചിലവൊക്കെ എഴുതി ചേർത്ത് എന്ത് ചെയ്യാം, നഷ്ടമാണ് വന്നതെന്ന് വരുത്തി തീർത്ത് അനാവശ്യമായിട്ട് ക്യാഷ് അതിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പല ഇടത്തും നടക്കുന്നുണ്ട്. നമ്മൾ ചെറിയ ചെറിയ കടകളിലൊക്കെ അക്കൗണ്ടിങ് പ്രോപ്പറായിട്ട് ചെയ്യാത്തവരുടെയൊക്കെ എന്താണ് എക്സ്പെൻസ് കൂട്ടി കാണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രോഫിറ്റ് അനാവശ്യമായിട്ട് കുറയ്ക്കാം. നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഫ്രോഡുകളും അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അറിയാതെ ചെയ്താൽ അത് എററാണ്. അപ്പോൾ അറിയാതെ ചെയ്യുന്നതോ അറിഞ്ഞ് ചെയ്യുന്നതായ കാര്യങ്ങൾ എന്തുണ്ടാവും, സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തില്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി, പ്രോപ്പറായിട്ട് കണക്ക് നോക്കിയില്ലെങ്കിലുള്ള പ്രശ്നങ്ങളാണ്. മനസ്സിലായല്ലേ? ഇപ്പോൾ തൽക്കാലം അത്രയും അറിഞ്ഞാൽ മതി. പക്ഷേ ഇൻ ഡീപ്പായിട്ട് എന്താണ് ഒരു വലിയൊരു സ്ട്രക്ചർ എന്തിനുണ്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനുണ്ട്. നമുക്ക് എന്ത് നോക്കാം, അക്കൗണ്ടിങ്ങിലെ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞ് നോക്കുകയാണ്. ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ആണ്. നോക്കൂ, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെയും, അത് ഓരോ ദിവസം നടക്കുന്ന സെയിൽസ് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ കറണ്ട് ബില്ല് മാസത്തിലൊരിക്കൽ അടയ്ക്കുന്നതായിക്കോട്ടെ, മാസത്തിലൊരിക്കലല്ല 2 മാസത്തിലൊരിക്കലാണ് ഓട്ടെ, 2 മാസത്തിലൊരിക്കൽ കറണ്ട് ബില്ല് അടയ്ക്കുന്നതായിക്കോട്ടെ, പിന്നെ എന്ത് വരാം, നമ്മളൊരു ഡൊണേഷൻ കൊടുത്തായിക്കോട്ടെ, എന്ത് സംഭവം ആയിക്കോട്ടെ, നമ്മളതിനെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യണം. ഒരു ബിസിനസ്സിൻ്റെ അകത്തേക്ക് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ പുറത്തേക്ക് ഫണ്ട് പോയിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ അക്കൗണ്ടിങ്ങിനകത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള എന്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടന്നാലും നമ്മളതിനെ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും. ഓക്കെ, നമ്മൾ എഴുതി വയ്ക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ എന്ന് പറയുന്നത്. എഴുതി വയ്ക്കുന്ന ബുക്കിൻ്റെ പേരാണ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുന്നത്, ജേണൽ എൻട്രീസ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ബുക്ക് ഓഫ് എൻട്രി. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഒരു പ്രോപ്പർ രീതിയിൽ അക്കൗണ്ടിങ് പറയുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്യുന്നത്. നമ്മുടെ ട്രാൻസാക്ഷൻ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്ന ബുക്ക് ഏതാണ്, ജേണൽ എന്ന് പറയും. ആ ബുക്കിൽ പിന്നെ നമ്മൾ എഴുതുന്നതിനെ ജേണൽ എൻട്രീസ് എന്ന് വിളിക്കും. അത് ആദ്യത്തെ ബുക്ക് വേണ്ടതിന് എന്തെന്നാണ് വിളിക്കുന്നത്, ബുക്ക് ഓഫ് ഫസ്റ്റ് എൻട്രി എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തത് ക്ലാസിഫയിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ആദ്യം നമ്മൾ റെക്കോർഡിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പറഞ്ഞു, പിന്നെ എന്ത് പറയുന്നു, ക്ലാസിഫയിങ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഇപ്പോൾ റെക്കോർഡ് ചെയ്തു എന്ന് പറയുന്നതിൻ്റെ അകത്ത് എന്തുണ്ടാവും, എക്സ്പെൻസുകളുണ്ടാവാം, ഇൻകം ഉണ്ടാവാം. നമ്മൾ അങ്ങനെ ഒന്നും നോക്കുന്നില്ല, എന്താണോ നടക്കുന്ന ഓർഡർ. ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ കട തുറന്നപ്പോൾ ആദ്യം നമ്മൾ കറണ്ട് ബില്ല് അടച്ചു എങ്കിൽ നമ്മൾ ആ ബുക്കിൻ്റെ അകത്ത്, നമ്മൾ ഈ ജേണൽ എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അകത്ത് ആദ്യം എഴുതി വയ്ക്കുന്നത് എന്തായിരിക്കും, ഇലക്ട്രിസിറ്റി ബിൽ പെയ്ഡ് എന്നതായിരിക്കും നമ്മൾ ആദ്യം എഴുതി വയ്ക്കുന്നത്. നടക്കുന്ന ഓർഡർ അനുസരിച്ചാണ് എവിടെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, ജേണലിൽ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി അതിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലാസിഫൈ ചെയ്ത് വയ്ക്കുക. ഇൻകം എന്നോ എക്സ്പെൻസ് എന്നോ അല്ലെങ്കിൽ സ്ഥിരം നടക്കുന്നത്, സ്ഥിരം നടക്കാത്ത, അതിനെപ്പറ്റി ടേംസ് ഒക്കെ ഉണ്ട്, നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മളൊരു ഡൊണേഷൻ കൊടുത്തു, അതിനെ ഒരു സ്ഥലത്തേക്ക് എഴുതി വയ്ക്കണം. അങ്ങനെ നമുക്ക് എന്താണോ ഒരു നേച്ചർ, ആ നേച്ചർ അനുസരിച്ച് മാറ്റി എഴുതി വെച്ചാലല്ലേ കുറച്ചും കൂടി എളുപ്പമാവത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു അസറ്റാണ്, അല്ലെങ്കിൽ ഒരു ലയബിലിറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനെ ഒരു ഈക്വൽ ഇൻ്റർവെല്ലിൽ, അതിന് കൃത്യസമയം പറയുന്നില്ല, നമുക്ക് വേണമെങ്കിൽ ആഴ്ചയിലൊരിക്കൽ അതിനെ എന്ത് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം, ഇല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ക്ലാസിഫൈ ചെയ്യാം. അങ്ങനെ എന്തോ നമ്മൾ റെക്കോർഡ് ചെയ്ത ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ക്ലാസിഫൈ ചെയ്ത് വയ്ക്കണം. ആ ക്ലാസിഫൈ ചെയ്യുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ലെഡ്ജർ എന്ന് പറയും. ഓക്കെ, ലെഡ്ജറിൻ്റെ അകത്ത് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, അക്കൗണ്ടുകളായിട്ടാണ്. ഓരോ എന്തിന് നമ്മൾ പറയുന്ന ഓരോ നേച്ചറുള്ള സാധനത്തിനും അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഓരോ നേച്ചറുള്ള സാധനത്തിന് എന്ത് കാണും, ഓരോ അക്കൗണ്ട് കാണും. അപ്പോൾ നമ്മൾ ക്യാഷ് ചിലവാക്കിയെങ്കിൽ ക്യാഷിന് എന്ത് കാണും, ഒരു ക്യാഷ് അക്കൗണ്ട് കാണും. ഈ ക്യാഷ് ചിലവാക്കിയത് ഇലക്ട്രിസിറ്റി ബില്ലടക്കാനെങ്കിൽ ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറഞ്ഞൊരു അക്കൗണ്ട് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്കോർഡ് ചെയ്ത് പോകുന്നത്. തിയറിയാണ്, നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് വരുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. അപ്പോൾ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്, ക്ലാസിഫയിങ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമുക്കിനി തേർഡ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം.
തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സമ്മറൈസിങ് ആണ്. സമ്മറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ട്രാൻസാക്ഷനെ, അതിനെ നമ്മൾ ഒരൊറ്റ ഷീറ്റിൽ കാണിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരൊറ്റ PDF ആക്കി നമ്മളെ വേണ്ടപ്പെട്ടവർക്ക് കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ, മനസ്സിലാവുന്നവർക്ക് കാണിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് ചുരുക്കുന്നു. അതാണ് സമ്മറൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനകത്ത് സമ്മറൈസിങ് നടത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുന്നൊരു സ്ഥലമാണ്. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ പ്രൊസീജിയർ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് മനസ്സിലാക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു വർഷം നടന്ന ട്രാൻസാക്ഷൻ്റെ അകത്ത് നമ്മുടെ ബിസിനസ്സിന് പ്രോഫിറ്റ് അഥവാ ലോസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ഒന്ന് നമ്മൾ സമ്മറൈസ് ചെയ്ത് എഴുതുന്നത് P&L അക്കൗണ്ടിൻ്റെ അകത്താണ്. പിന്നെ ആ വർഷം നമ്മൾ ഒരുപാട് അസറ്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും, ഒരുപാട് ലയബിലിറ്റികൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇതുവരെ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സമ്പാദ്യം എന്ന് വേണമെങ്കിൽ ഇപ്പോൾ തൽക്കാലം ചിന്തിച്ചു. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധ്യത എന്ന് പറയാം. പ്രോപ്പറായിട്ടുള്ള അർത്ഥം നമ്മളിനി അങ്ങോട്ട് പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഒരു വർഷം ഒരു ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു മനുഷ്യന് അയാൾക്ക് എന്തുമാത്രം സമ്പാദ്യമുണ്ട്, എന്തുമാത്രം ബാധ്യതയുണ്ടെന്ന് കാണിക്കുന്ന മറ്റൊരു സമ്മറൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റും കൂടെ ഉണ്ടാക്കും. അതിൻ്റെ പേരാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയും. ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെയാണ് ഒരു വർഷം ഒരു ബിസിനസ്സിന് നടന്ന എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നത്. അതാണ് P&L അക്കൗണ്ട് എന്ന് പറയുന്നത്. അതാണ് തേർഡ് സ്റ്റെപ്പ് ഇൻ അക്കൗണ്ടിങ്. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ്. അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ് നടക്കുന്ന ഒരു ഹയർ ലെവൽ പരിപാടിയാണ്. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് എവിടം കൊണ്ട് തീരെയാണ്? ഇവിടം കൊണ്ട് തീരെയാണ്. അല്ലെങ്കിൽ നമ്മളൊരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇവിടം കൊണ്ട് തീരെയാണ്, സമ്മറൈസ് ചെയ്യുന്നതുകൊണ്ട് തീരുകയാണ്. ഈ അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ് ചെയ്യുന്നത് ആരാണ്? ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റാണ്. CMA പഠിച്ച മനുഷ്യനാണ് അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിങ് ചെയ്യുന്നത്. ഇവിടെ അയാൾ പ്രിപ്പയർ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളിവിടെ അറിയേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ഒന്ന് പറഞ്ഞു പോവുകയാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ കിട്ടിയ ഇവിടെ ഇന്ന് കിട്ടിയ സമ്മറിനെ എന്ത് ചെയ്യുന്നു, കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ സമ്മറി ഇങ്ങനെ വരാനുള്ള കാരണം? അല്ലെങ്കിൽ നമുക്ക് അസറ്റ് കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ലയബിലിറ്റി കുറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് അനലൈസിങ് ഇൻ്റർപ്രറ്റിങ്. അത് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഉണ്ട്. നിങ്ങളിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. നമ്മളിനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഞാൻ ഈ പറഞ്ഞ പോലെ സമ്മറൈസിങ് കൊണ്ട് തീരും. അപ്പോൾ അതാണ് നാലാമത്തെ സ്റ്റെപ്പ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദെൻ പിന്നെ എന്തുണ്ട്? ദ ഫൈനൽ സ്റ്റേജ് കമ്മ്യൂണിക്കേറ്റിംഗ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാണ്? ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ആരൊക്കെയാവാം ഈ ഇൻട്രസ്റ്റഡ് പാർട്ടി? ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടൻ്റ് ആണെന്ന് വിചാരിക്കുക, ഇയാൾ വേറെ ആരടുത്തോ പറയുകയാണ്. അവൻ ആരൊക്കെ ആവാം? ഒന്ന് ഈ കമ്പനിയുടെ ഓണേഴ്സ് തന്നെയാണല്ലേ. ഓണേഴ്സിന് അറിയണ്ടേ ഈ ഒരു വർഷം ബിസിനസ് നടന്നപ്പോൾ എന്ത് ലാഭം കിട്ടി, അല്ലെങ്കിൽ നഷ്ടം എത്ര ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അവർക്ക് അറിയണ്ടേ. നമ്മൾ ബൈജൂസിൻ്റെ കാര്യമൊക്കെ കേൾക്കുന്നുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നത്. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയണം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് അവർക്കറിയണം. അതിനുള്ള റീസൺ പറയേണ്ട ബാധ്യത ആർക്കാണ് അവിടുത്തെ CFO എന്ന് പറയും, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. അതുപോട്ടെ, നമ്മുടെ കേസല്ല, എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആരാവാം? ഒന്ന് ഓണറാണ്, മറ്റൊന്ന് ഇവർക്ക് കടം കൊടുത്ത ബാങ്കുകാരില്ലേ, ബാങ്കുകാരുണ്ട്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ആരൊക്കെയാണ് അവർക്ക് കടം കൊടുത്തിട്ടുള്ളത്? ലെൻഡേഴ്സ് എന്ന് പറയാം. ആ ലെൻഡേഴ്സിനെല്ലാം എന്തുണ്ട്, എന്തുകൊണ്ട് ഈ ബിസിനസ് ഇങ്ങനെയായി എന്നറിയാൻ ഒരു ആകാംക്ഷ കാണും, അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അവരാണ് മറ്റൊരു ഇൻട്രസ്റ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. പിന്നെ ആര് വരാം? പബ്ലിക് വരാം ഒരു പക്ഷേ, അങ്ങനെ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വരാം. അങ്ങനെ ആരൊക്കെയാണ് ഇൻട്രസ്റ്റഡ് പാർട്ടി? അവരിലേക്ക് എന്ത് അറിയിക്കണം? ഇപ്പം എന്താണ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ, അല്ലെങ്കിൽ എന്താണ് ഈ കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് അറിയിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ അനലൈസ് ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഇൻട്രസ്റ്റഡ് പാർട്ടിയിലേക്ക് നമ്മൾ അറിയിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ആ തുടക്കത്തിലൊക്കെ അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ.
അവിടെ അയാൾ ആദ്യം 5000 ലാഭം കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ആഘോഷത്തിലിരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞ 5000 ലാഭമല്ല, നിങ്ങൾ 7000 നഷ്ടമാണ് ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നറിയാനുള്ളൊരു അവകാശമുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ബേസിക്സ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എന്ത് ചെയ്യാം, ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോ വീഡിയോയിലായിട്ട് നോക്കിപ്പോവാം.